لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك والنعمة لك والملك لا شريك لك لبيك اللهم لبيك ലബ്ബൈക ലാ. നമ്മുടെ ഉംറയിലൊക്കെ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പരിഹരിക്കുകയും പ്രവാചകനോട് കൂടെ ഹജ്ജ് ചെയ്ത കൂലി പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവർക്കും എന്തെങ്കിലും അപാകതം ഏതെങ്കിലും വീഴ്ച എവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉംറ كم جاد من فضله قبل السؤال وكم أعطى وأغنى بمحض الجود والكرم نشكو من الآلام وما نعانيه من ضيق سقم ശേഷം നോമ്പിനൊരു ഉംറ ചെയ്യണം. നമ്മുടെ അമീറാണെങ്കിലും നമ്മുടെ സമയം പാലിക്കുന്നത്. ഇപ്പം നമ്മളോട് എയർപോർട്ടിലേക്ക് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വന്നിട്ട് എല്ലാ അമീറും അതിന് 1 മണിക്കൂർ അതിൻ്റെ മുമ്പിൽ അമീർ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം നമ്മുടെ മനസ്സിനെ ആകുന്ന കാര്യങ്ങളാണ്. കാരണം സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മൾ വന്ന് ഇങ്ങനെ കാലത്ത് കുറച്ച് 20 മിനിറ്റ് വൈകി നമുക്ക് വന്ന സമയത്ത് കാണാനും സംസാരിക്കാനും സന്തോഷകരമായിരുന്നു. നോമ്പ് തടവാൻ പള്ളിയിൽ സംഘടിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാൻ പറ്റി. അതിനുശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു. ഈ സമയങ്ങളിലെല്ലാം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ഈ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ച ഈ ഗ്രൂപ്പിലുള്ള ഭക്ഷണവും മറ്റുള്ള അനുബന്ധിച്ച് പറയണമല്ലോ, അതുമെല്ലാം വളരെ നന്നായിരുന്നു. നല്ല ഭക്ഷണം തന്നെയാണ് നമുക്ക് കിട്ടിയത്. വളരെ നല്ല റാഹത്തായിട്ട് തന്നെ ഉംറ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വാസം. സ്വീകരിക്കുമാറാവട്ടെ. ഫസ്റ്റ് ക്ലാസ് കണ്ടപ്പോൾ തന്നെ നമ്മൾ അമീറിന്റെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ ഒന്നുകൂടി ഉഷാറായി. മാത്രമല്ല പിന്നെ കോഴിക്കോട് വരുമ്പോൾ അതേപോലെ തന്നെ അമീർ വന്നതിന് ശേഷം ഞാനവിടെ വന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചു. അന്ന് ചോദിച്ചു തന്നെ അമീറിന്റെ വണ്ടിയിലെ മൂപ്പരെ മക്കളോടും ഭാര്യമാരുടെ വന്നു. അതിലൊക്കെ ഏറ്റവും നല്ല ക്ലാസ് യാത്രയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് സ്വീകരിക്കട്ടെ. സന്തോഷമായി. മക്കൾക്ക് കൊടുക്കുകയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതകാലത്ത് കുറെ നല്ല കാലത്ത് തന്നെ കുറെ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പശ്ചാത്തലത്തിൽ മടങ്ങുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിചാരിക്കൊരു ഉംറ കൂടെ ചെയ്തിട്ട് അതിന് പൂർണ്ണമായിട്ടും മടങ്ങണം. ഇൻഷാ അല്ലാഹ് ആ ഫസ്റ്റത്തെ ഉംറയോട് പിന്നെ തന്നെ വന്ന് ക്ലാസ് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് അന്നത്തെ ക്ലാസ് നമ്മൾ കുറേ കാലങ്ങൾ മുമ്പ് കേട്ട കുറേ അറിവുകളൊക്കെ മാഞ്ഞു പോയതാണ്. ഇപ്പൊ ഒന്നുകൂടെ അതൊക്കെ എങ്ങനെയൊന്ന് എന്താ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഉഷാറാണ്. ആദ്യം ഒരു പ്രാവശ്യം ഇതേപോലെ മൗലവിന്റെ ഗ്രൂപ്പിൽ മൗലവിന്റെ കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഉംറ ചെയ്തപ്പോൾ ഇത്രമാത്രം നമുക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അന്ന് മനസ്സിലുണ്ടായിരുന്നു വീണ്ടും ഒന്നുകൂടി ഉംറ ചെയ്യാൻ പറ്റണം, ഇവിടേക്ക് ഒന്നുകൂടി വരണം. പക്ഷെ ഇത്രമാത്രം പഠിച്ചാൽ അനുഗ്രഹിക്കുന്നത് അപ്പം അതിൽ തന്നെ ഇങ്ങനൊരു അസുലഭ നിമിഷം കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. നോമ്പിന് ഭയങ്കര തിരക്കാണ്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇതൊക്കെ മറികടന്ന് നല്ല ഉംറ ചെയ്തു. ഇതിനേക്കാളും ഉഷാറായി. എന്തായാലും തൃപ്തിയാണ്, ഉഷാറാണ്. ഇനി ചെയ്യാനുള്ള
തൗഫീഖ് ചെയ്യട്ടെ പ്രാർത്ഥിക്കാം. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن